മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് രാവിലെ 5:30 മണിയായി. മോന് സ്കൂള് തുറന്നു. അവൻ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണം. 10:30 ആകുമ്പോൾ തിരിച്ചു വരും. അത്രയും ടൈമേ ഉള്ളൂ. അപ്പോൾ അവന് വെള്ളം ചൂടാക്കാൻ ഞാനിവിടെ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് കുക്കറിനകത്താണ്, എണ്ണയൊന്നും ഒഴിക്കാതെ വയ്ക്കുന്നൊരു മുട്ടക്കറിയാണേ. അപ്പോഴത്തേക്ക് പാല് കൊണ്ടുവന്നു, പാല് ഗ്യാസ് സ്റ്റവിലോട്ട് വെച്ചു. തക്കാളിയും സവാളയും കൂടെ അരിഞ്ഞ് കുക്കറിനകത്തോട്ട് വേവിക്കാൻ വെച്ചു. അതിന് ശേഷം വെള്ളം തിളച്ചു. അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ടർ ബോട്ടിലോട്ട് ഒഴിക്കാൻ കുറച്ച് വെള്ളം എടുത്ത് തണുപ്പിക്കാൻ വെച്ചു. ഇതായപ്പോഴത്തേക്കും വെള്ളമെല്ലാം തണുപ്പിക്കാൻ വെച്ചു. അതിനുശേഷം ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചിരുന്ന സവാളയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിന് ഈ പാനിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കും. നേരത്തെ കുക്കറിനകത്തോട്ട് ഇട്ടപ്പോഴത്തേക്ക് തന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി എല്ലാ പൊടികളും ഇട്ട് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുക. മുട്ടയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തിള വന്നതിന് ശേഷം ഇത് വാങ്ങി വയ്ക്കണം. അതിന് ശേഷം നമുക്ക് അപ്പമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവന് കഴിച്ചുകൊണ്ട് പോകാനുള്ള അപ്പം ഉണ്ടാക്കാം. ഞാൻ മാവ് തലേദിവസം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉണ്ടാക്കി അവനുള്ള ഭക്ഷണമെല്ലാം റെഡിയാക്കി ടേബിളിൽ ഞാൻ വെച്ചു. പിന്നെ അതിനുശേഷം അവൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെയെല്ലാം ക്ലീൻ ചെയ്തു. കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിച്ചു. അതിന് ശേഷമാണ് ഞാൻ ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും എണീറ്റ് വന്നു. അവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പിന്നെ ഉച്ചയ്ക്കുള്ള അതിന് വേണ്ടിയിട്ട് പോയി. പിന്നെ ഇതിനിടയ്ക്ക് ചോറ് വെച്ചായിരുന്നു ഞാൻ. ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയും കൂടി ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ച്, ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കും. അതിനുശേഷം 2 സ്പൂൺ മുളക് പൊടി, ഓരോരുത്തരുടെ ആവശ്യത്തിന് അനുസരിച്ച്, എനിക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇടുക. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ മല്ലിപ്പൊടി ഇടത്തില്ല, മുളക് പൊടി മാത്രം. അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും. നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് തേങ്ങയും കൂടെ ഇട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുക്കാം. ഒന്ന് അരച്ചതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കും. അതിനുശേഷം ഞാനിവിടെ മുരിങ്ങയ്ക്ക, തക്കാളി, പച്ചമുളക് ഇത്രയും കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ഉപ്പും ഇട്ട് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നേരത്തെ തന്നെ കുതിർക്കാൻ വച്ചിരിക്കുന്ന പുളിയും കൂടി ഒന്ന് പിഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മളിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കുന്നത്.
മീനും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണേ. അതിനുശേഷം ഞാനിവിടെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമേ ഇടൂ. വേറെ മസാലയൊന്നും ഇടത്തില്ല. അത് നല്ലപോലെ പുരട്ടി വയ്ക്കും. കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് 5-10 മിനിറ്റ് പുരട്ടി വയ്ക്കും. അപ്പോഴത്തേക്ക് നമുക്കിവിടെ മീൻ റെഡി ആയിട്ടുണ്ടേ. മീൻ റെഡിയായി. അതിനകത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അത് ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വയ്ക്കാം. എന്നിട്ട് വേറൊരു പാന് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. അതിനകത്ത് എണ്ണ ഒഴിച്ച് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഞാൻ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു തോരനും വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ലഞ്ചിന്. അവിയലിനൊക്കെ വയ്ക്കുന്നില്ലേ, ആ കാ വെച്ചിട്ട് ഒരു തോരനും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച്. എല്ലാവരും ഊണ് കഴിക്കാനൊക്കെ വന്നു. മോനും വന്നു സ്കൂളിൽ നിന്ന്. എല്ലാവരും ഊണൊക്കെ കഴിച്ചു. ഞാനും കഴിച്ചു. കഴിച്ചിട്ട് എല്ലാവരും ഒന്ന് കിടക്കുകയോ ഉച്ചയ്ക്ക്. ഞാനും ചോറൊക്കെ കൊണ്ടിട്ട് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പോയി ഒന്ന് കിടന്നുറങ്ങും. ഉറങ്ങി എണീറ്റിട്ട് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ, ചായ ഇടുക, തൂത്തുവാരി, അങ്ങനെയൊക്കെ ചെയ്യും. ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്കും ചെയ്യണേ, ഷെയറും ചെയ്യണേ. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ടിടണം. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.